Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു.
ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനെ പുറമേ കരയിൽ ഏതാണും ഹൃദയം ഒരു നാൾ അറിയും നിന്നച്ഛൻ മകനെ നിറയും അതിലായി ഏതാണും. എന്റെ അനിയത്തിയെ പക്ഷെ ഒരു പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ. നീ അവന്റെ മുഖത്തോട്ട് നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ? വാ 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 പച്ചത്തുള്ളൻ മീലിമുട്ട ഇലപ്പേനോ അകലെ പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ വാനില ചെടിയേ വാനില ചെടിയേ വാനില ചെടിയേ വാനോളം വളര് വാനില ചെടിയേ വാനോളം വളര് പലതിൽ മറിവെയിലും തണല് മന്ദിരമാം വനികയിൽ വർണ്ണങ്ങളായി നീ പടര് വാനില ചെടിയേ വാനില ചെടിയേ വാനില ചെടിയേ വാനോളം വളര് വാനില ചെടിയേ വാനോളം വളര് മക്കളെ അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. എല്ലാരും ഓലങ്ങണം, വേഗം വാ. ഷെറിനിക്ക പോലിയ അതിപോലിയ കണ്ടലാരും ചമ്മും മാസാണ് മുമ്പിൽ ഷെറിനിക്ക മാസ് നമ്മ ഷെറിനിക്ക മാസ് വന്നാൽ പിന്നെ ഫാസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ദ വേ ഷെറിനിക്ക പോലിയ അതല്ലാതെ പിന്നെ ഷെറിനിക്ക മാസ് പവർ ഹൗസ് ഷെറിനിക്ക മാസ് ഷെറിനിക്ക
പുട്ടുവെല്ലാം പഠിച്ച് കുറവായി എന്തൊക്കെ കൊടുത്താൽ മതി. എന്തോടാ ഒന്നുമില്ല. ബാക്കിയൊക്കെ ഉണ്ടാക്കാം ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ അറിയും. നിങ്ങൾക്ക് എല്ലാം നല്ലോണം ഉണ്ടാക്കുമല്ലോ, പിന്നെ എന്തുവാ? അതാ എല്ലാം നല്ലോണം ഉണ്ടാക്കി. നിന്നെ ഉണ്ടാക്കി മാത്രം അബദ്ധം പറ്റി. എന്തുവാടാ അടി ഉമ്മ ഇങ്ങനെ പറഞ്ഞേട്ടോ ഉമ്മ. എന്തോടാ പറഞ്ഞേ? ഇവരെ എന്നെ ഉണ്ടാക്കി മാത്രം ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെയൊക്കെ എല്ലാം നല്ലോണം ഉണ്ടാക്കും. എന്താ ഉള്ളല്ലേ പറഞ്ഞത്? ഉണ്ടാക്കണ്ടായിരുന്നല്ലോ. എന്താടാ പറഞ്ഞത് അബദ്ധം പറ്റിയെന്ന്? നിങ്ങളുടെ തന്ത അടുത്ത് പോയി പറയാൻ എന്തായിരുന്നു എന്നെ ഉണ്ടാക്കണ്ടായിരുന്നു. അന്താ ഉണ്ടാക്കിയത്? അല്ല പിന്നെ തന്തല്ല പിന്നെ എന്താ? അതിന്റെ ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്നത് കേട്ടോ. എന്നാ പിന്നെ രണ്ടാമത്തെ മോനോട് പോയി പറയണം. അവൻ പാവം പിടിച്ചിറക്കാൻ അവനാ ഏറ്റവും വലിയ പഴ. ആട്ട് പേർക്ക് നിന്നെ പോലെയല്ല അവൻ പഠിച്ചിറക്കാൻ. നിങ്ങൾക്ക് എല്ലാത്തിനും ഇതുണ്ട്. നമ്മളെന്തെങ്കിലും ഉപകാരം പറഞ്ഞാൽ അത് മാത്രം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ സ്ത്രീശക്തിക്ക് പോകാൻ പൈസ വേണം, കുടുംബശ്രീക്ക് പോകാൻ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. അവൻ ഉണ്ടാക്കി കൊടുക്കുന്നല്ല അവന് ഉപകാരപ്പെടുത്തും. നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് പൈസ എടുത്തില്ലല്ലോ, മൊത്തം അങ്ങനെ മോനല്ലേ കൊണ്ട് കൊടുക്കും. നിനക്കെന്തിനൊക്കെ പൈസ? ഫോൺ മേടിക്കാനും വണ്ടി മേടിക്കാനും കൂട്ടുകാർക്ക് കറങ്ങാനും. ഉണ്ട് പെണ്ണിനെ വിളിച്ചോണ്ട് പോകാനും. പെണ്ണുണ്ടായി നിനക്ക്? ഉണ്ട്, കഴിവുണ്ട് എനിക്ക് നല്ല. എന്തോ തിരി പെണ്ണുണ്ടാക്കാൻ പെണ്ണിനെ വിളിക്കാൻ. പെണ്ണുണ്ടാക്കാനോ? ആ കഴിവ് നീ പഠിക്കാൻ കാണിച്ചായിരുന്നല്ലോ. ഞാൻ പഠിച്ച് ഇത്ര നാളാ. നിങ്ങളുടെ മോൻ എന്താ പഠിച്ച്? അവൻ കൊച്ചിറക്കി ഞാൻ പഠിച്ചോണ്ട് വരില്ലേ നിന്റെ കൂട്ടൊന്നും അവൻ. അവനാരല്ലേ പഠിപ്പിക്കുന്ന? എന്നിട്ട് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ എൻ്റെ പേര് പറയും. മൂത്ത കണ്ട ഇളത് വരുത്തോളം. ആ ഉള്ളതല്ലേ നീ ഓരോന്ന് കാണിച്ചെടുക്കുന്നുണ്ട് രാത്രിക്കം ചെയ്യുന്നത്. അത് ഈ ലോകത്തിലെ തന്നെ പിഴയാവും കണ്ടോ. നീ പറഞ്ഞാൽ മതിയോ? ഞാൻ പറഞ്ഞാൽ മതി. നിന്നെ പോലെ അല്ല അവൻ. എന്നെ പോലെ അല്ല അവൻ. ഞാൻ നല്ലപോലെ പഠിക്കുവാ. നീ പഠിക്കുമെന്നോ? നീ ആ പറയിപ്പിക്കില്ല എന്നെ കൊണ്ട്. എന്താ പറയിപ്പിക്കല്ലേ? ഞാൻ ഒരു ഫിഷ് ഫുഡിന്റെ പൈസ ചോദിച്ചപ്പോഴല്ലേ അവനും വളർന്ന ഫിഷ് ഫുഡ് ചോദിക്കാൻ പറ്റും. നിനക്ക് എത്ര വയസ്സുണ്ടോ ഇപ്പോഴും ഫിഷ് ഫുഡ് മേടിക്കാൻ നടക്കുമോ? 14 വയസ്സുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? ഇതൊക്കെ നോക്കണം. എല്ലാം പറഞ്ഞ എൻ്റെ പ്രായം. അതൊക്കെ അപ്പുറത്തെ വീട്ടിൽ ഇട്ടോന്നെ കണ്ടുപടി. എന്താണ് അവന് കുഴപ്പം? അവന് മാർക്ക് മേടിക്കണ്ടോ നീ? അതൊക്കെ പഠിക്കുന്ന പിള്ളേർ അവരൊക്കെ തള്ളതല്ലേ. പിന്നെ അത് പറ. നിനക്ക് എന്തെങ്കിലും കുറവുള്ള ഇവിടെ? ഇവിടെ എനിക്ക് എന്തോ കുറവല്ലേ, എല്ലാം കുറവാണ്. ഞാൻ എന്തോ ജീവിക്കുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്താൽ മതി. പിന്നെ നീ ആത്മഹത്യ ചെയ്യാൻ പോകും. ഇല്ല പിച്ചക്കാരൻ മുന്നോട്ട് അടിച്ചാൽ പിന്നെ ഇവിടെ നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അത് പറയണോ? തന്തേ തള്ളതല്ലേ കുറവ്. ഇപ്പൊ ഞങ്ങള് ഇതിന് കുറവായ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ദേഷ്യം വരും. പാപ്പായ്ക്ക് ഒരു അവിഹിതമുണ്ട്. അവിഹിതം? നീ അതിട്ട് കുത്താതെ നശിപ്പിക്കാതെ പോടാ. പാപ്പ അവിഹിതം കണ്ടുപിടിക്കാൻ നടക്കുന്നവൻ. ഞങ്ങളുടെ പാപ്പ അധ്വാനിച്ചുണ്ടെങ്കിൽ ഞങ്ങളുടെ പാപ്പ കുത്തുന്നതായിരുന്നു. അപ്പൊ പാപ്പയുടെ അവിഹിതം കണ്ടുപിടിച്ചിട്ടാണ് നീ കുത്തുന്നേ. പാപ്പാക്ക് അവിഹിതം ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. നീ എന്തോ അങ്ങനെ പറയുന്നു വർത്താനം? പാപ്പ അടുത്ത് പോയി. ആണോ മനുഷ്യ? മോനെ എന്ത് വർത്താനാ പറയുന്നത്? നീ പോട്ടെ നോക്കുമ്പോൾ തലക്കറി നിറങ്ങുന്ന ചെറിയ നേരം അവന് വർത്താനം ഞാൻ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് അവന് പറയുന്ന വർത്താനം കണ്ടോ? ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒറ്റയെടുത്തിനാ. ഞാനെന്ത് ചെയ്തോ? ഇനി നിങ്ങളല്ലേ അവനെക്കൂടെ ഓരോന്നേ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ വല്ലതും ചെയ്തോ? പിന്നെ നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ മറ്റേ അവയുടെ നാട്ടുകാർ മൊത്തം പൊക്കിയതാ. അതൊക്കെ അവൻ കണ്ടില്ലേ അതിനൊക്കെ വളർന്നത്. അങ്ങേരുടെ തുഷീരെ സാവത്രി രമണി എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നേ? ഓനാടി അവൻ അടിച്ച് IAS ആയിട്ട് വേണ്ട എനിക്ക് കണ്ണടയ്ക്കാൻ. ഷെറിനുണ്ടോ? ഷെറിനല്ലേ ബാക്കി കൂടാ. പിന്നെ നിങ്ങളുടെ മോനാ. ഞങ്ങൾ അങ്ങനെ അന്ന് പെട്ടെന്ന് തന്നെ കണ്ണടയ്ക്കേണ്ടി വരും. അവന് IAS അല്ല. അവൻ എൻ്റെ മോനാണെങ്കിൽ അവനായിരിക്കും, അല്ലെ അവനാക്കും. പിന്നെ ആ വാഴയെടുത്ത് പറഞ്ഞാൽ മതി. വാഴയോ അത്രയും കൊച്ചാക്കൊന്നും വേണ്ട അവന് കഴിവുള്ള ചെറുക്കന്. പിന്നെ നിങ്ങൾ വാഴയല്ല തെങ്ങാണ്. തെങ്ങല്ല ഓല. 46, 28, 36 8 വരെ 10. ഞാൻ ഓലയൊക്കെ സെറ്റാക്കിയോണ്ട് അയ്യത്തോട് വിളിച്ചിട്ടുണ്ട്. ഞാൻ വരാം. ക്രിക്കറ്റോട് തുടങ്ങാം. ഇതിന്റെ സൗണ്ട് എന്തുവാണ്? സൗണ്ട് വല്ലതും മാറിയ? അത് വാപ്പ കൊങ്ങി കുടിച്ചറാ. വാപ്പ എന്തോ പഴം കയറ്റി വെച്ചോ? പഴമല്ല കൊങ്ങി പിടിച്ചങ്ങേരി. ഒന്ന് പോടാ ഒന്ന് അത്യം തിരിപ്പിക്കാണെന്ന്. ഞാനിവിടെ ഫിഷ് ഫുഡിന് അടി ഉണ്ടാക്കിയടാ. ഞാൻ ഇവിടെ ഇല്ലയോ ഫിഷ് ഫുഡിന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. വാപ്പായും ഉമ്മയും തമ്മിൽ അടിയായി. വാപ്പാടെ അവിധങ്ങാണ്ട് ഉമ്മ പൊക്കി. അത് നീ പറയുന്നേക്കോടാ, അല്ലാതെ ആരും അവിധം നല്ല ഉണ്ടോ? എടാ പിന്നെ വാപ്പാണെങ്കിൽ ഞാൻ 10 രൂപ ആന്റിമാരോട്ട് നടക്കുന്ന കാര്യമൊക്കെ നിനക്കറിയാല്ലേ. ഞങ്ങൾക്ക് കിഴപ്പാണ്. നാട്ടുകാരെ വിളിച്ചിട്ട് അടിക്കുമ്പോ കിഴപ്പാണ്. എന്റെ വാപ്പാണ്. അതിന് വാപ്പായും ഉമ്മ കൂടെ വെറ്റ് വെച്ചേക്കും എന്നെ വളർത്തിയല്ല IAS ആക്കാൻ. നിന്നെയോ? നമുക്കറിയുന്നുണ്ടായി നിന്നെയൊക്കെ. എടാ നീ എന്തുവാനും വന്നേരാട്ടാ, നമുക്ക് കളിക്കാം. ഞാൻ വരും. ഞാൻ ഇവിടെ മറ്റേ കുറ്റിക്കാലിലുണ്ട്. അവിടെ കുടിഞ്ഞില്ലാട്ടോ. എടാ പോടാ ഒന്ന്, ഇങ്ങനൊന്നും പറയല്ലേ. ഇതിന്റെ ശബ്ദം മാറിട്ടൊക്കെ വരാം. എന്റെ ശബ്ദം മാറട്ടെ, ഞാനും മരുത്താൻ വേണ്ടി ഇരിക്കും. വാപ്പ എന്തെങ്കിലും ചെയ്തോ?
എന്നെ പാപ്പൊന്നും ചെയ്തില്ല, നിന്നെല്ലാം ചെയ്ത. എന്നെ എടുത്തിട്ട് കൊടഞ്ഞട്ടോ, എൻ്റെ തൊണ്ടയിലൊക്കെ കയറി പിടിച്ച് താഴെ. കൊടയല്ല വേണം, നിന്നെ കുറ്റിക്കാട്ടിയിട്ട് ചവിട്ടി കൂട്ടണം. പോട്ടാ പോടാ പോടാ, വരാം വരാം വരാം. വരണേ. ആ ഓലെ വരണേ. വരുവടാ. ശരി. പാപ്പാന്ന് വിളിക്കുന്നു. ഓ പാപ്പാ. പാപ്പാ. അപ്പോലാ കോപ്പ പറയടാ. കോപ്പാ. പോയി പാല് മേടിച്ചോണ്ടോ അങ്ങോട്ട് വീട്ടോട്ട് വരുമ്പോ? പാല് മാത്രം മതിയോ? അവന്റെ കോയം മേടിച്ചോണ്ടോ അമ്മ? എന്തുവാ അപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? നിന്റെ സംസാരത്തിന് ഇതൊക്കെ തന്നെ ധാരാളം. നിങ്ങള് സത്യം പറഞ്ഞ നിങ്ങളുടെ ആവശ്യത്തിനൊന്നും പൊക്കിയത് ഞാൻ പറഞ്ഞോ നടക്കാടാ, പോടാ. ഉമ്മ കേക്കണം. വണ്ടി വരുന്ന. പാപ്പ വിളിച്ചു കാണുന്ന. അപ്പൊ ശബ്ദം കേട്ടൂടാ നിനക്ക്, പൊട്ടനാടാ നീ. അതെങ്ങനെ ഉള്ള പെൺപിള്ളേരും പിടിച്ച് നടക്കൂല്ലേ? എന്നോട് പറയിപ്പിക്കാട്ടോ. പറഞ്ഞതാ കുറ്റം. പറഞ്ഞതാ കുറ്റം. പിന്നെ പാല് പറ്റില്ല. പറ്റില്ല, കറ്റി. മുട്ടായി മേടിച്ചോട്ടെ. മുട്ടായി മേടിച്ചാൽ മുട്ടുകാലല്ലേ ഓടിക്കും. നിങ്ങൾക്ക് മുറുക്കാൻ മേടിക്കാൻ പൈസ വിടുന്നു. മുറുക്കാനല്ലേ മേടിക്കാൻ പറഞ്ഞ, മുട്ടായില്ലല്ലോ. ഞാൻ അതാണ് നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെല്ലി. പിന്നെ ഫോൺ കൊണ്ടായിട്ടത് കൊള്ളാം, വിളിച്ച് പൈസ തീർക്കല്ലോ കേട്ടോ. അതൊക്കെ ഉപയോഗിച്ചാൽ മതി, നിന്റെ പരിപാടിക്ക് അതൊക്കെ മതി ധാരാളം. മാങ്ങല തേങ്ങ പോടാ. പാല് വേണം. പാല് വേണ്ടായോ മോളെ? നിന്നെ ഞാൻ വളച്ചെടുക്കും. ഒന്നുമില്ല. പിന്നെന്തുവാ വീട്ടിലെന്താ പരിപാടിയായി? ആരും ഇല്ല. എങ്ങോട്ട് വരണ? എന്തെങ്കിലും സഹായം ഉണ്ടോ? വരണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ വലിയ ഇതൊന്നുമില്ല, ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുമോ. അവനല്ലേലും എന്നെപ്പറ്റി ഇച്ചിരി പറയൽ കൂടുതലാണ്. പിന്നെ ഞാൻ നാട്ടുകാരുടെ മുമ്പിലും ഇവിടുത്തെ സെക്രട്ടറിമാരുടെ മുമ്പിലൊക്കെ ഇച്ചിരി മെയിനാണ്. സഹായത്തിന് എപ്പോഴും ഞാൻ മതി. എൻ്റെ കൂടെയുള്ളവന്മാരുടെ കാര്യമൊന്നും നോക്കണ്ട, അവന്മാരൊക്കെ പണ്ടേ പോക്കാം. കൂട്ടത്തിൽ ഞാൻ മാത്രമേ വിളിച്ച് പഠിക്കുന്നത്. അവന്മാർക്ക് ഞാൻ കിട്ടും. എനിക്ക് തന്നെ ജോലി കിട്ടും. ഉമ്മാർക്കൊക്കെ ഇങ്ങനെ പ്രേമിച്ചെടുക്കാനൊക്കെ അറിയുള്ളൂ. ഉമ്മാരൊക്കെ എന്തുവാ ഓലകൾ, പച്ച ഓലകൾ. എല്ലാം എൻ്റെ സഹോദരങ്ങളായിപ്പോയി, എല്ലാ കൂട്ടുകാരന്മാരുണ്ട്. അതെ ലൈഹാൻ അവൻ്റെ കല്യാണം വേണ്ടിയിട്ട് ചോറ് കൊടുത്തില്ലെന്നും പറഞ്ഞ് ഇറങ്ങി ഓടിയത്. അവൻ്റെ വാപ്പായെ പിടിച്ചോണ്ട് പോയി, കുട്ടി കയറിയിട്ടുണ്ട്. പിന്നെ അവരുടെ വാപ്പ ട്രാൻസ്ഫറിന് ചട്ടി ഇട്ടുകൊണ്ട് നാട്ടിൽ കൂടെ പോയി. അങ്ങനെയൊക്കെയാ സംഭവം. പിന്നെ മാങ്ങ വല്ലതും വേണം? തേങ്ങ ഇവിടെ ഇപ്പോൾ ഇല്ല. ശരി വെച്ചേരാ. പാലുകൊണ്ട് കൊടുത്തു തരാം. മോക്ക് പാല് വല്ലതും വേണം? നല്ല നാടൻ പശുവിൻ്റെ പാലുണ്ട്. ഞങ്ങളുടെ വാപ്പാടെ ഇല്ല, അവിടെ നിന്ന് കിട്ടുന്നത്. ശരി വെച്ചേരാന്നാ. പിന്നെ രാത്രി ഞാൻ വിളിക്കാം കേട്ടോ, എന്നാ രാവിലെ മതി. ശരി. അല്ല അമ്മച്ചേ. ഹലോ മോളെ ഫാത്തിമ. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയാം കേട്ടോ. പിന്നെ പോടി. ശരി വരാം. സെറ്റ്. കുഞ്ഞാമി മക്കള്, അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ കുറച്ച് വള്ളിപ്പിള്ളേരുണ്ട്. അപ്പോൾ ആ വള്ളിപ്പിള്ളേരുടെ വള്ളിക്കേസ് കാണാം. ഇതാണ് ഈ ഏരിയയിലെ കുറച്ച് വിവരമില്ലാത്ത വള്ളിപ്പിള്ളേർ, തലക്കടിയേറ്റ കുറച്ച് പിള്ളേർ. ഇവന്മാരുമായിട്ട് ഈ കഥയായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. എടാ പോടാ ഓടുന്നു. എൻ്റെ പേര് നിൻ്റെ വാപ്പ മണ്ണെണ്ണ സിദ്ദീഖെന്നാണെങ്കിൽ, ഞാൻ മണ്ണെണ്ണ തിന്നുന്നതാണോ? എനിക്ക് എനിക്കൊന്നും വേണ്ട, നിന്നെ പഠിച്ച് നല്ല കളക്ടറാക്കിയിരിക്കും കേട്ടോ പാട്ടി. നിൻ്റെ ഇഷ്ടമാണോ ചോദിച്ച പാട്ടി? ഇറങ്ങി പോടാ, ഇത് എൻ്റെ വീടാണ്, ഞാൻ ചിലവ് കൊടുക്കുന്ന എൻ്റെ വീട്. എൻ്റെ പേര് മണ്ണെണ്ണ സിദ്ദീഖെന്നാടാ. നീ ഇറങ്ങി പോടാ. ഈ പിള്ളേരെ പണി നോക്കടാ, പോടാ കിണിക്കല്ലേ. ഇതാണ് എൻ്റെ മോൻ, എൻ്റെ പേര് മണ്ണെണ്ണ സിദ്ദീഖ്, ഇവൻ്റെ പേര് മണ്ണെണ്ണയായി.
ഇതാണ് എൻ്റെ മോൻ മണ്ണെണ്ണയൻ. പിള്ളേരെന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അവൻ്റെ തന്തയ്ക്ക് വിളിക്കലാണ് ഇവൻ്റെ ഇഷ്ടം. എൻ്റെ മോനൊരു മണ്ണ തന്നെ. എന്താ ഇപ്പോൾ പറഞ്ഞെന്നില്ലേ, ഇവനെ ഏതൊരു മീക്ക് ഇടിക്കാൻ വരുന്നു. അവനെ തന്തയ്ക്ക് വിളിച്ചാണ് അപ്പം നമ്മൾ കേട്ടത് കേട്ടാ. ഈ നാറിയാണ് മീക്ക, ഈ കിണിക്കുന്ന നാറിയാണ് മീക്ക. ഞാൻ മീക എന്നെ വിളിക്കും മുക്ക, ആ ഞാൻ ഫ്രിഗന് എന്നെ തൊട്ടൽ തീയാണ് തീയാണ് തീയാണ്. ഞാൻ മീക എന്നെ വിളിക്കും മുക്ക, ആ ഞാൻ ഫ്രിഗന് എന്നെ തൊട്ടൽ തീയാണ്. ഇന്നെന്തായാലും പറ്റത്തില്ല, പിന്നെ ഇടിക്കാം. മക്കളെ അവനിപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ മറ്റേ ഇവനെ വെല്ലുവിളിച്ചാൽ ചെറുക്കനെ ഇവനെ ഇടിക്കാൻ വയ്യ, കാരണം ഇവന് പേടി. എന്തൊരു കാലമാണ്. ഇതാണ് ഈ കഥയിലെ മണ്ണകൾ. ഓന്മാർ ഈ കഥയിലോട്ട് യാതൊരു ബന്ധവുമില്ല. കഥ ലവന്മാരുടെ കേട്ടോ. അപ്പോൾ നമുക്ക് അവന്മാരുടെ കഥ കണ്ടിട്ട് വരാം. ഓലച്ചെടിയേ ഓലച്ചെടിയേ ഡിജെയിൽ ആടി പാട് നീ. ഓലച്ചെടിയേ ഓലച്ചെടിയേ ഫ്ലോറിൽ തീയായി മാറ് നീ. ഓലച്ചെടിയേ 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 ഡിജെയിൽ ആടി പാട് നീ. ഓലച്ചെടിയേ ഓലച്ചെടിയേ ഫ്ലോറിൽ തീയായി മാറ് നീ. ഓലച്ചെടിയേ ഓലച്ചെടിയേ ഇവനാണ് ഫാസിൽ. ഇവൻ്റെ വാപ്പായുടെ പേര് അൽഫാം റഷീദ് എന്നാണ്. ഇവനെന്ന് പറയുന്നത് മഹാ അശ്ലീലമായിട്ട് ചെറുക്കനാണ്. ഇവനെന്ന് പറഞ്ഞാൽ മഹാ പിഴയുമാണ് കേട്ടോളൂ. ഫാസിലേ ഓ ഫാസിലേ, സ്ട്രീറ്റിൽ നീ നടന്നു വരുമ്പോൾ ഗേൾസിന്റെ കണ്ണ് ഫുൾ അറ്റൻഷൻ നൗ. ഫാസിലേ എടാ കോഴി ഫാസിലേ, ഫാസിലേ എന്തമ്മ ഫാസിലേ. കോഴി ഫാസിൽ കോഴി ഫാസിൽ
അവിടെ മറ്റേ മെയിനല്ലേ ഇരിക്കണം, ഒന്ന് പോയി ഇളക്കിയിട്ട് വരാം. മെയിനിന്റെ അന്ത നിന്റെ കൂട്ടുകാരൻ്റെ കൂടെ ആണല്ലോ നീ ഇരിക്കുന്നത്. ഏത് കൂട്ടുകാരൻ? പോത്ത് അതിന്റെ തന്തയില്ലേ? നോക്കടാ. ആ കണ്ട്. അതിന്റെ മോന്ത നിന്റെ മോന്തയും കൂടെ ആയി നോക്ക്. കറക്റ്റ് ഒരേ മോന്ത. ആ കൊള്ളാടാ. ആ ശരിയാടാ. ഞങ്ങളുടെ വാപ്പ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോത്താ. ഒന്ന് അതിന്റെ ആ തുമ്പൊന്നും അഴിച്ചു വിട്ടില്ല. നിന്റെ ദേഹത്തേറി ദഫും മുട്ട് കളിക്കും. അതിന് നിന്റെ വാപ്പ തമിഴ്നാട്ടിൽ നിന്നല്ലയോടാ കൊണ്ടുവന്നത്. പോടാ കൊണ്ടുവന്നു. എടാ നീ ഇപ്പൊ നിക്കുന്ന ഈ സ്ഥലം ഇല്ല, നിക്കുന്ന ഈ സ്ഥലവും നീ ഇട്ടേക്കുന്ന ഈ ഉടുപ്പും നീ ഇട്ടേക്കുന്ന അണ്ടർവെയർ വരിപ്പ എന്റെ കയ്യില. നിനക്കെന്നെ ഇടിക്കണോടാ. ഇപ്പൊ എന്തായാലും പറ്റത്തില്ല. ഇപ്പൊ ഇത് എന്റെ ഏരിയ, ഞങ്ങളെ ആൾക്കാരാ. ഇവിടെ ഞാൻ ഒന്ന് വിളിച്ചാ വരാത്ത അണ്ണന്മാരും ഇല്ല കേട്ടാ. ആരാടാ നിന്റെ അണ്ണന്മാര്? ഞങ്ങളുടെ ശംഭു അണ്ണനെ ഇറക്കിയുണ്ടല്ലോ, നിന്റെ തലയിൽ കയറി ദഫൂട്ട് കളിക്കും. ഇവിടെ വെച്ചൊരു വള്ളി വേണ്ട, ഞാൻ പറഞ്ഞേ. ശംഭുവോ? ഒക്കെ ഉണ്ട്, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇതിപ്പോ എന്റെ ഏരിയ. എന്നെ അടിക്കണോടാ? എന്നെ അടിയാ. നീ ഒന്നും എന്നെ ചെയ്യത്തില്ല. വേണ്ട, പോത്തുവരെ നമ്മുടെ അക്കടിയില്ല. പിണിക്കണ്ട നീ ഒരുപാട്. പിണിക്കല്ലേ? നിനക്ക് പട്ടിയെ തൊടാൻ പേടിയില്ലോടാ? പട്ടി നമ്മളെ പയ്യനാ. ചുമ്മാ അല്ല, രണ്ടുപേരുടെ മുഖം ഒരേപോലെ ഇരിക്കുന്നു. എടാ നാണോടാ ഷൊണ്ണെ കോപ്പി അടിക്കുന്നു. കൊമ്പൊക്കെ നമ്മള് ഞാൻ പറയട്ടെ. നീ ആണെങ്കിലേ നിന്റെ മോന്തയോട്ടൊന്ന് നോക്കിയേ. നീ ഒരുപാട് പിച്ചുമ്പേ ഒന്നും പറയണ്ട. ചായ്ക്കുന്നുണ്ടോ നിന്റെ ചുണ്ണാണ്ടി കണ്ടിക്കാന്? നിനക്കുണ്ടോ ചുണ്ണാണ്ടി? നിനക്കാണോ നിനക്ക് കൈതച്ചക്ക. എടാ ഈ സത്യം പറഞ്ഞ നീ എൻ്റെ കൂടെ നടന്ന കാലമുണ്ട് മോനെ. നീ അതിനോട്ട് ഉടക്കാൻ നിൽക്കണ്ട. ഇനി പരീക്ഷയൊക്കെ വരുന്നു, ഞാൻ പിന്നെ നിന്നെ കണ്ടോളാം. എന്തായാലും നമ്മൾ രണ്ടുപേരും എന്തായാലും പൊട്ടും. ഇങ്ങനെ അപ്പിയെ പോലെ നിൽക്കണ്ട. എന്തായാലും നമ്മൾ പൊട്ടും. നീ ആദ്യം പോയി കോപ്പി അടിക്കാനുള്ള എല്ലാ ഐറ്റം എടുത്ത് വെക്കും, അല്ലെങ്കിൽ നമ്മൾ വല്ല വാഴയ്ക്ക് പോലേക്കും തട വിട്ടിരിക്കേണ്ടി വരും കേട്ടല്ല. ഞാനും നല്ല നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇടിക്കാം. ആ ശരി. അപ്പോളേ അപ്പൊ മോൻ എവിടെ പോന്ന്? ഞാനോ? വീട്ടിലോട്ട്. എടാ എനിക്കും അറിയാടാ. ഇപ്പൊ നീ എവിടെ പോയിട്ട് വരുന്നു? ഞാനോ? ഇതുവരെ 2 പട്ടി പോന്നു, അതിനെ അറിയാൻ പോയത്. ആ മനസ്സിലാവും. ഒന്ന് നീയും നിന്റെ തന്തയും. അത് എന്താ നീ എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞാ മതി. നമ്മുടെ പയ്യനെ വിട്ടേക്ക്. പോടാ. പോടാ ഒന്ന് ഷെണ്ട. ആ പോത്തിന് വരെ നന്ദിയുണ്ട്. അതിനൊരു 10 രൂപയുടെ പിണ്ണാക്ക് മേടിച്ചു കൊടുത്തില്ല. അത് നന്ദി കാണിക്കും കേട്ടാ ഷൊണ്ണേ. മോൻ്റെ പേരെന്തുവാ? ഫാസിൽ കേട്ടാ. എന്തുവാ? ഫാസിൽ. എന്താണ് ഒന്നും മിണ്ടാത്ത? ഒന്നും മിണ്ടാത്ത എന്താ? മാറിക്ക്, ഡേഞ്ചറാ. മാറല്ല. കിണിക്കല്ലേ ഒരുപാട് നീ. നിന്റെ പോത്താ പറഞ്ഞിട്ട് നിന്നെ തന്നെ ഇടിക്കുവാണല്ലോ. എടാ ഞാൻ പുതിയൊരു പോത്ത് ഇറക്കുന്നുണ്ട്. നമ്മുടെ പിടിയ റഷീദിന്റെ മോനില്ല നൈഹാന്, അവന്റെ വാപ്പ പിടിയ റഷീദ് എനിക്കൊരു പോത്തിനെ തരാന്ന് പറഞ്ഞ് മച്ചു. അതിനെ ഞാൻ അങ്ങോട്ട് ഇറക്കി ഉണ്ടല്ലേ. എടാ കഴുതേ, നീ എന്ത് ഇങ്ങനെ കോട്ടി കാണിക്കുന്ന? നിന്റെ മോന്തെ ആ പോത്തിന്റെ മോന്തെ സെയിമാ. അതുകൊണ്ടായിരിക്കും നീ ഇപ്പൊ പോത്ത് ഫാം തുടങ്ങാൻ പോകുന്നത്. നീ അങ്ങോട്ട് നോക്കിയേ. അതൊഴിക്കുന്ന മൂത്രം തറയിലല്ലടാ, അത് നിന്റെ മോന്തയ്ക്കായിരുന്നു ഒഴിക്കണ്ട കേട്ട പാട്ടി. മൂത്രം ഒഴിക്കുന്നില്ല. പിടിയ റഷീദിന്റെ മോനെ, സിദ്ദീഖിന്റെ മോനെ. നിന്റെ വാപ്പാടെ പേര് എന്തായിരുന്നു? അൽഫാം റഷീദാ. അൽഫാം റഷീദിന്റെ മോനെ, നീ ഒരു കിണിക്കല്ലേ? നീ പരീക്ഷ ആയോണ്ടാ മോനെ, പരീക്ഷ ആയോണ്ടാ നിന്നെ വെറുതെ വിട്ടേക്കുന്ന. പരീക്ഷ അല്ലാതെ നിന്നെ ഞാൻ അടിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എടാ നീ എന്തോ പറയാനാ? നീ എല്ലാം വിട്ടേക്ക്. നീ ഒരുപാട് കിണിക്കണ്ട. എടാ പരീക്ഷ കഴിഞ്ഞിട്ട് പൊന്നു മോനെ നിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. എടാ നീ പറങ്ങാണ്ടിക്ക് കപ്പലണ്ടിന്ന് പറഞ്ഞല്ലോടാ. നീ പറങ്ങാണ്ടി ഇല്ലാത്ത പറങ്ങാണ്ടി തലയാ.
പറങ്ങാണ്ടി ഇല്ലാതെ പറങ്ങാണ്ടി തലേണ് അതാരാ? നിന്റെ തന്ത. പോടാ. നീ പോടാ പൂക പിന്നെ പൂക്ക അങ്ങനൊക്കെ പറയാല്ല, നിനക്ക് അറിയാവോടാ? നിന്റെ അപ്പൂപ്പൻ്റെ കുടുക്ക, പൊട്ടിക്ക്. നിന്റെ അപ്പൂപ്പൻ്റെ ഔലൂസോടി, എടുത്തിരുന്നു. നിന്റെ അപ്പൂപ്പൻ്റെ മണ്ണാർക്കാട് കൂടി, മണ്ണാർക്കാട് കൂടി എടുത്ത് വീശിക്കോ. നിന്റെ അപ്പൂപ്പൻ്റെ വീശറിച്ചേ. വേണ്ട, കാണിക്കണ്ട. ആ വിട്ടോ മോനെ, എൻ്റെ സ്ഥലമാണ് ഇത്. ശരി. മാങ്ങാണ്ടി ഓടുന്നേ, മാങ്ങാണ്ടി ഓടുന്നേ. മാങ്ങാണ്ടിയെ 1 കിലോ മാങ്ങാണ്ടി 300 രൂപ. അല്ല പട്ടി. പോത്തിനെ വിട്ട് അടിപ്പിക്കോളാ. പിടിയ റഷീദിന്റെ മോനെ, മാങ്ങാണ്ടിന്റെ ഉച്ചാദിന്റെ മോനെ, നിന്റെ വാപ്പാടെ പേര് അൽഫാം റഷീദിന്റെ മോനെ. പട്ട് തക്കു ചൊക്കട പട്ട അട്ടുപിളവാ നിന്നെ ഞാൻ പ്ലക്കട്ടുക്കളാ. ഇതെന്തുവാടാ? ഇതാണ് ബാഹുബലിയിലെ കൽവാൾ ദേവന്റെ ഭാഷ. പട്ടി, നിന്നെ നല്ല പോത്തിനെ വിട്ടിട്ട് പിടിയോടാ. പോത്തതിന് നിന്നെ ഇടിക്കും ആദ്യം. മാഫി മുസ്ക് മാഫി മുല്ലാസി അമ്പല പ്ലാച്ചുല ഇമ്പ ഈ ചെറുക്കനെ ഇടിയുണ്ടാകാണ്ട് ഒട്ടായ, അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച കൂടിപ്പോയി. എന്തൊരു ചെറുക്കനെ ഇത്, നാട്ടുകാർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ പോട്ടെ. ഹട്ടിലൊട്ടിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ, അല്ലേ അല്ലേ. ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ, വീണ് കിട്ടിയ ജമ്മല്ലേ, ഡിസ്നി തൊട്ടൊരു ബൊമ്മല്ലേ, അല്ലേ അല്ലേ. സറണ്ടറായി മനസ്സ്, നിരന്തരം നിൻ തപസ്, കുലുങ്ങലായി കൊലുസ്, മൃദംഗമായി ഞാൻ അനുരാധ. തലച്ചിനോ പടച്ചതല്ലേ, ചിരിച്ചതല്ലേ, ഓൾക്കേനോ തിളച്ചതല്ലേ, നീ ഓക്കേ സൊല്ലേടി. അടവമ്മാലേ അടവമ്മാലേ, ഫെയറി ടെയിലിൻ കോട്ടിവളേ, അടവമ്മാലേ അടവമ്മാലേ, ഫീൽ ഗുഡ് ഡേ ഞാൻ തീർക്കാം ക്ലൈമാക്സ്. അടവമ്മാലേ. എത്താത്ത കൈ എത്താത്ത, കിട്ടാത്ത പൂ കിട്ടിക്കാം, മങ്ങാത്ത തൂവെണ്ണ കല്ലിൽ നിന്നെ വരച്ചിടാം. എത്താത്ത കൈ എത്താത്ത, കിട്ടാത്ത പൂ കിട്ടിക്കാം, മങ്ങാത്ത തൂവെണ്ണ കല്ലിൽ നിന്നെ വരച്ചിടാം. ഒരു ജനുവരി മഴ ഇവളെ, ലവ് ഡെഫിനിഷൻ ഇനി ഇവള്. പടച്ചതല്ലേ, ചിരിച്ചതല്ലേ, ഓൾക്കേനോ തിളച്ചതല്ലേ, അടവമ്മാലേ അടവമ്മാലേ, ഫെയറി ടെയിലിൻ കോട്ടിവളേ, അടവമ്മാലേ അടവമ്മാലേ, ഫീൽ ഗുഡ് ഡേ ഞാൻ
എക്സാം ഓവർ. ബലമറിയുന്ന ദിവസം. മക്കളെ, അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഥയിൽ. അങ്ങനെ എല്ലാ എണ്ണവും പൊട്ടി. ഓരോരുത്തരും ഇനി ഏത് ജോലി എടുക്കുമെന്ന് ആർക്കും പറയാനും പറ്റത്തില്ല. ബാക്കിയുള്ള കഥ നമ്മൾ കണ്ടതിനറിയാം. എല്ലാ എണ്ണവും ഇപ്പം മൂഞ്ചിത്തെറ്റിയിരിക്കുന്നു. അപ്പോൾ ബാക്കി കഥ നമുക്ക് പെട്ടെന്ന് കാണാം. ബാ. പിന്നെ രണ്ടാവന്മാരുടെ ജോലി അറിഞ്ഞു. രണ്ടാവന്മാർ മീക്കായും അയാനും ചാണാൻ വരാൻ പോകുന്നു എന്നറിഞ്ഞു. അങ്ങനെ അവരുടെ വാപ്പവനെ അവന്മാരെ ചാണാൻ വരാൻ വിട്ടു. സുബ്ഹാനല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ ഡാ ചെറുക്കോ, നിന്റെ റിസൾട്ട് വല്ലതും വന്നോ? പൊട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ. നിന്റെ ചെയിനല്ലോ കൊയിന്. എടാ എന്തുവായിരുന്നു മോനെ, ഞാൻ അപ്പറേ പറഞ്ഞായിരുന്നു നിന്റെ അടുത്ത് പഠിച്ചെന്ന സമയത്ത് പഠിക്കണമായിരുന്നു എന്ന്. നീ പഠിച്ചല്ലോ, എന്നെ കൊണ്ടൊന്നും പറയില്ല. നീ പറിച്ച് മോനെ. നീ എൻ്റെ കാലത്ത് എനിക്ക് ഫുൾ മാർക്കായിരുന്നു. അതൊക്കെ പണ്ട് മോനെ. എന്തുവാടാ മോനെ, അന്നത്തെ കാലം എന്നൊന്നും പറയണ്ട. ഭയങ്കര ഇതാ. ഇനി വല്ല ജോലി എന്തോ, അല്ല കട്ട വറക്കാൻ വല്ലതും പോയിക്കോ, അല്ലെങ്കിൽ ഓലയ്ക്ക് തടവിടാൻ പോയിക്കോ. എടാ മറ്റേല്ലോ ഷെറിൻ്റെ റിസൾട്ട് വല്ലതും പറഞ്ഞോടാ. നല്ല ചെറുക്കനായിരുന്നു. പിന്നെ നല്ല ഇറക്കനല്ലോ, പുറകെ ഇറക്കൻ. അവനെ പോലെ കറാൻ പറഞ്ഞവൻ ആരും ഇല്ല. എടാ പിന്നെ അവൻ്റെ കൂടെ ഉള്ളവന്മാർ മൊത്തം പൊട്ടിയെന്ന് പറഞ്ഞു. അവൻ്റെ കൂടെ ഉള്ള
അവൻ്റെ കൂടെയുള്ള പിടിയ റഷീദൻ്റെ മോൻ മാത്രം ജയിച്ചു. ഇല്ല റൈഹാന് നല്ല തുപ്പലേർപ്പി. അവൻ പഠിപ്പിക്കാന്നോ എല്ലാരും പറഞ്ഞു. അവൻ പഠിപ്പിയല്ല, അവൻ കൊറുപ്പിയേ. അവൻ പറയാ തുപ്പല് കറുപ്പിച്ച് പിള്ളേരുടെ പേപ്പറും എല്ലാം വായിച്ചു. അല്ലെങ്കിൽ പിന്നെ ടീച്ചർമാരും എല്ലാം ഗെഞ്ച് കൊടുത്തതെല്ലാം മയക്കി കാണും, അങ്ങനെ മാർക്ക് കിട്ടും. അവനെല്ലാം മുക്കട വെച്ച് അവനെ പിടിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ, മറ്റേ സാരി കൊടുത്തോണ്ടൊക്കെ പോയെന്ന്. ഓരോടെ സാരി കൊടുത്തോണ്ട് പോയി അവനെ മുക്കട വെച്ചൊക്കെ പിടിച്ചൊന്നു. ഞാൻ ചോദിക്കാം. നീയും കൂടെ പോന്നോ? പിന്നെ ചോദിക്കുന്നു. മോനെ നല്ല വിഷമമുണ്ടല്ലേ തോറ്റേന്? സന്തോഷമുള്ളോ? സുഖമുണ്ടോ? അല്ല തോറ്റേന് സുഖമുണ്ടോന്ന്? എടാ ഇങ്ങനൊക്കെ ഇരിക്കരുത്, വല്ല പണിക്കും എല്ലാം പോയിക്കോണം. എടാ എന്തുവാ തലവരയില്ലാത്തോനാണ് പണ്ടേ ഞാനൊരു ഓല. നിനക്ക് പറ്റിയ പാട്ടാ ഇത്. എടാ എൻ്റെ കൊച്ചുമോൻ്റെ പ്രായം ഉണ്ടല്ലോടാ മാങ്ങാണ്ടി നിനക്ക്. എടാ എന്തുവായിരുന്നു മറ്റേ ചെറുക്കൻ രക്ഷപ്പെടുമായിരിക്കും ഇല്ലയോ? മറ്റേ ഷെറിൻ. അവനൊരു ഗതിയും പിടിക്കത്തില്ല, എന്നെ പോലെ. എടാ നീ പഠിക്കത്തില്ലെന്ന് പിന്നെയും പറ. ആ ചെറുക്കൻ പഠിക്കുന്ന ചെറുക്കനാണോ? നീ കൊറേ ആയി കേട്ടോ. കിണിക്കല്ല, നിന്റെ വാപ്പ അൽഫ റഷീദിനെ ഒന്ന് കാണട്ടെ. ശരി ഞാൻ പോത്തൊന്നുമില്ല, ഇച്ചിരി ഇവിടെ കിണിക്കട്ടെ. ഇച്ചിരി ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി തന്നെ. ഞാൻ അങ്ങനെ നടന്നു പോയപ്പോഴല്ലോ എൻ്റെ മുണ്ടിൻ്റെ മൂട് കയറി. പിള്ളേരെല്ലാം ബോധം കെട്ട് വീണു. പിള്ളേരെല്ലാം പറയും മെഴുകുമെന്ന്. എടാ നീ നോക്കിയേ, എൻ്റെ ഇത് കണ്ടിട്ട് മെഴുകു പോലെ ഉണ്ടോ? മോനെ തലറിയെന്ന് മീരല്ലേ? എടാ മോനെ ഞാൻ ഗഞ്ചി മുട്ടാൻ മേടിച്ചു തരാം മോനെ. ഡാടാ മോനെ, നിന്നെ എണ്ണിപ്പിക്കാൻ വേണ്ടി ഒരു ഒറ്റ ഐറ്റം ഉള്ളു. ഉണ്ടോ മോനെ? നിന്നെ എണ്ണിപ്പിക്കാൻ 200 ആയിട്ടുണ്ടോ? കിണിക്കുന്നോ? ഇതൊരു വാടകേട്ടാ മോനെ. ശരിയോടാ വന്നോ, ഞാൻ പോട്ടോ. ഫാസിലേ, തോറ്റല്ലേ? എനിക്ക് തോന്നി ഞാനും പൊട്ടി. അങ്ങനെ പഠിക്കേണ്ട സമയത്തൊക്കെ പഠിക്കണമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഒന്നും പഠിക്കാതെ പോയി എഴുതിയത്. എനിക്കറിയാം, നിന്നെ കണ്ടാലും ഒരു കഞ്ചാവ് ലുക്കൊക്കെ ഉണ്ട്. ഞാൻ നല്ലപോലെ പഠിച്ചാണ്, ഞാൻ പഠിച്ച്. നീ തൊലിച്ച് പറഞ്ഞെന്തിപ്പോ പറഞ്ഞ കേട്ടില്ലേ? എന്തുവാ എടാ, ഞാൻ സത്യം പറയാനാ, ഞാൻ പഠിച്ചെഴുതിയതാ. എൻ്റെ അടുത്ത് എല്ലാരും ചോദിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചവരെല്ലാം ജയിച്ചോ? ഞാൻ ഒരു കോപ്പി പോലും അടിച്ചില്ലെന്ന്. സാറന്മാരും ഉണ്ടോ? സാറന്മാരോ? ഇല്ല. പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ എന്നെ കോപ്പി കിട്ടിയ മനപ്പൂർവ്വം ഒരു കോപ്പി കിട്ടിയ. ഞാൻ പറഞ്ഞ സത്യമാണോ? തെള്ളതൊന്നും പറയണ്ട. പിന്നെ ഇടിക്കണ്ടായോ? ആര് പറഞ്ഞ ഇടിക്കണമെന്ന്? നീയല്ലേ എന്ന് പറഞ്ഞ ഇടിക്കണമെന്ന്. അതൊക്കെ പഴയ ശരി. ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആവാം. അത് ഞാനും പറയാനുള്ള. എടാ എന്തുവായാലും ഞാൻ പറയാൻ വന്നു. എടാ ഇച്ചിരി നേരം ഇവിടെ ഇരുന്നാലും എനിക്കൊരു മനസ്സമാനം എടുക്കുന്നു. നാട്ടുകാർക്കും വില കാണത്തില്ല നമ്മളെ. നിനക്കിപ്പോ കണ്ണടയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു കാക്ക വന്ന് പറയുവാണ്. അവിടുന്ന് കൈ മാറ്റേ. അവിടുന്ന് കൈ മാറ്റി. അപ്പു മാറി. ഇല്ല മറ്റേ വട്ടച്ചറക്കൻ. എനിക്ക് സത്യം പറയല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തൊരു നാണക്കേടാന്നറിയാം. അപ്പൊ നമ്മള് 8ലും തോറ്റ്. ഇപ്പൊ നമുക്ക് ആകെ ഒരു പ്രതീക്ഷ അടുത്ത വർഷം.
അടുത്ത വർഷം ഒരു വകുപ്പുണ്ട്. ഇപ്പൊ ഒരു കാക്ക എന്ന് പറഞ്ഞു നീ വെറും എരണം കെട്ടവനാണ്. ഞാനാ നിന്നെപ്പോലൊരു എരണം കെട്ടവൻ ഈ ലോകത്തില്ല. എൻ്റെ അടുത്തൊരു കാക്ക ചോദിച്ച് എന്തോ പണിയെന്ന്. കാക്ക ഒരു നേടി ഒരു മാസം ഞാൻ പറഞ്ഞ കട്ട് പറക്കാൻ വല്ലതും പോകണമെന്നില്ല. അവന്മാരെ അവരുടെ വാപ്പ് ഇതിന് കിട്ടണം ചാണാന്മാരെ. പറഞ്ഞ് എന്നാലും ആ പിടിയർഷിയതിൻ്റെ മോൻ എങ്ങനെയാണ് ആ മുക്കടെ പോയി പൈസ ഉണ്ടാക്കി പഠിച്ചാണ് അവൻ. ആ മുക്കടെ പോയി അവനൊക്കെ എങ്ങനെ പാസ്സായത് ഞാൻ അളിക്കുന്നു. തുപ്പലെറുപ്പി അവനെ കണ്ടിട്ടോ എൻ്റെ കൂടെ നടന്ന മിട്ടു പൊട്ടി, യഹിയ പൊട്ടി, മറ്റുള്ള അവന്മാര് ചാണകം വാരാൻ വേണ്ടി പോയിട്ടുണ്ട്. പറഞ്ഞാലും കേൾക്കുന്നുണ്ടോ നീ? അല്ലാന്തോ ഞാൻ പറയുന്നത് ഓല വെട്ടി ഇതിനകത്തൊന്ന് ബാറ്റ് ഉണ്ടാക്കുക, ക്രിക്കറ്റ് കളിക്കാൻ പോവുക. അങ്ങനെ ഈ കുറച്ച് സമയം കഴിഞ്ഞു. എന്നിട്ട് എന്തുവല്ല പണിക്കുമെല്ലാം പോകണം. വല്ല പണിക്കുമെല്ലാം പോകാം. നീ എന്താ എൻ്റെ അടിയിലോട്ട് നോക്കുന്ന മണ്ടയ്ക്കോട്ട് നോക്കണേ? ഇതിൽ കാണാണ്ട ഇല്ല കാക്ക പിന്നെ തൂക്ക മെഴുകുതി പോലെ ഇരിക്കുന്നു. എല്ലാരും അങ്ങനെ പറയുന്ന. ഞങ്ങള് പള്ളി നിന്നപ്പോ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുവായിരുന്നു. ഞങ്ങളോ പറയും മെഴുകുന്ന്. അയാളുടെ മൂടി കീറിയത്. അതെന്തോ പിള്ളേരെല്ലാം കൂടെ കമ്പിത്തിരി ഇട്ട് പക്ഷെ ഗുണ്ട് പൊട്ടിച്ചു കൊടുക്കും. ഇങ്ങനെയാണെ ഗുണ്ടടിച്ച് ഇങ്ങനെ കയറി തിരിച്ച് മതിൽ തട്ടി അങ്ങനെ ഇങ്ങനെ വന്നു. എന്തായാലും പൊട്ടുവോളാം അല്ല എന്തായാലും നമ്മള് പൊട്ടി. എന്തു വയ്യോ നമ്മളിപ്പോ വാഴകളെന്നല്ല വിളിക്കുന്നത്, നമ്മള് ഓലാണെന്ന്. ഓല അതെന്തോ അങ്ങനെ ഒരു ടോക്ക്. നമ്മള് ഓലയായിപ്പോയില്ലേ, ഓല ജീവിതം. നമ്മുടെ ജീവിതം ഓലയായിപ്പോയി. നമ്മള് തലവരയില്ലാത്തവന്മാരാ, നമ്മളൊരു മണ്ടന്മാരായിപ്പോയി. മറ്റേ വാഴ സിനിമയ്ക്കത് പോലെ നമ്മളിപ്പോ ഓല. നമ്മുടെ ജീവിതം ഓല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അടുത്ത വർഷം ഞാൻ പഠിച്ച് ഞങ്ങളോട് വരുന്ന ഞങ്ങളുടെ ടീമുണ്ട്. ഞാൻ എൻ്റെ തുപ്പലെറിപ്പി പാസ്സായിപ്പോയി. അവൻ ഞങ്ങൾക്ക് ഇതാക്കി തരാൻ പറഞ്ഞു. മിട്ടു, യഹിയ, പിന്നെ ഫാസിൽ വരുന്ന നിന്നെ സൈൻ ചെയ്തു. എടാ അപ്പം ഇത്രയും പേരാ ടീം. ആരാണ് വരുന്നത്? എൻ്റെ പണ്ടത്തെ ലൈനില്ലേ? അല്ല, എൻ്റെ അനിയത്തിയാടാ പൊട്ട. അപ്പം പിന്നെ എന്തുവാ? അപ്പം നമ്മൾ അടുത്ത വർഷം അടുത്ത വർഷം എന്തുവാന്ന് നീ എന്നോട് ചോദിച്ചു. അടുത്ത വർഷം എന്തുവാ? അടുത്ത വർഷം നമ്മൾ ആബ്രോഡ് പോണു. എന്തുവാ? അറിയാവോ എന്തുവാ? എവിടെ പോണു? ആബ്രോഡ്. അതെന്തുവാ? നമ്മള് വെളിരാജ്യത്ത് പോയി പഠിക്കുന്നു. എന്തിനാന്നറിയാം? എന്തിനാടാ നമ്മള് വെളി രാജ്യത്തിൽ പോണേ? ഫോർ എഡ്യൂക്കേഷൻ, ഫോർ വായ്നോട്ടം, ഫോർ ജോബ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, ഫോർ കല്യാണം. എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ പിന്നെ നിൻ്റെ ഒന്നും എനിക്ക് മനസ്സിലായി. മാങ്ങായ്ക്ക് കൂട്ടിക്കൊണ്ടിരിക്കാനാന്ന് മനസ്സിലായി. മാങ്ങായ്ക്ക് ഊട്ട. നീ ഞങ്ങളോട് വരുന്ന പുറത്തും കുറച്ച് പൈസ ചിലവിൻ്റെ ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. പൈസ നിൻ്റെ ഉണ്ടല്ലോ. എന്നാൽ പിന്നെ എനിക്ക് 2 വെള്ളം മേടിച്ചോണ്ടോ. 10,000 ഉണ്ടാ? എന്നാൽ പിന്നെ എനിക്ക് 2 വെള്ളം മേടിച്ച്. അതാദ്യം പുറത്തു പോകാൻ എടുക്കട്ടെ. നിനക്ക് ഇങ്ങനെയുള്ളവന്മാരാണോടാ അബ്രോഡ് പോകാൻ നിൽക്കുന്നത്? എന്തുവാ? അടുത്ത വട്ടം ഈ കഥ എന്തായാലും ഒന്ന് പാളിപ്പോവാന്ന് ജസ്റ്റ് ഒരു ഔട്ട്. പക്ഷേ അടുത്ത വട്ടം നമ്മൾ പിടിക്കൂടെ. അടുത്ത് ഞങ്ങളുടെ കഥ ഓല 2 ഇനിയാണ് ഞങ്ങളുടെ കഥ. ഓക്കെ? അപ്പം നീ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാതെ. പിന്നെ ഉടുപ്പൊക്കെ കൊള്ളാം, 2 ദിവസം തരാം. അതൊക്കെ നമ്മൾ വലുതാക്കിക്കോളാവേ. 2 കിലോ മാങ്ങ എത്ര രൂപ ഇപ്പം? 100 രൂപ. ആ, എന്തിനാണ് നമ്മൾ ആബ്രോഡ് പോകുന്നത് വെച്ചാൽ കുറ്റിക്കാടിലോട്ട് പോകാം. ഞാൻ പറഞ്ഞുതരാം. അയ്യേ അതിനല്ലടാ. എന്തോ അതിനല്ലത്? പക്ഷേ അതിനല്ല, നീ എന്നോട് ചോദിക്കാതെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കുറച്ച് പ്രൈവസി വേണ്ട, ആരെങ്കിലും കേൾക്കുമോ, അതുകൊണ്ടാണ് ഞാൻ കുറ്റിക്കാടിലോട്ട് വരാൻ പറഞ്ഞത്. നീ ഉദ്ദേശിക്കുന്നൊന്നും അല്ല നമ്മൾ എന്തിനാ ആബ്രോഡ് പോകുന്നതെന്ന്. ബാ നടക്ക്. ഇവിടെ നമ്മുടെ ഈ ഒരു കഥയ്ക്കകത്ത് നടനായിട്ട് ആരുമില്ല അല്ലയോ. അതേപോലെ തന്നെ വലിയ നായകന്മാരും ആരുമില്ല. എന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ വേണ്ടിയെങ്കിലും നമ്മളിപ്പോൾ ഒരു സിനിമയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു സിനിമയാണെങ്കിൽ ഈ കഥയെല്ലാം നായകനായിട്ടും ആരുമില്ല അല്ലേ. നടക്കങ്ങോട്ട്. മാങ്ങാണ്ടിയല്ലത്.
എടാ ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമുക്ക് പറ്റിയൊരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ പറ്റിയൊരു സ്ഥലം എന്ന് വിചാരിക്കും നമ്മൾ പറയും അല്ല കുറ്റിക്കാട്. ഈ കുറ്റിക്കാടെന്ന് പറയുമ്പോൾ പല ആരും വിശ്വസിക്കുന്നത് വേറെ എന്തൊക്കെയോ. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് നീ എന്നെ വിളിച്ചുകൊണ്ട് വന്നാൽ എന്തിനാ ഞാൻ പറയട്ടെ, ആബ്രോഡ് എന്തിനാ പോകുന്നതെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഈ പ്രകൃതി ഞാനൊന്ന് ആസ്വദിക്കട്ടെ. ഇതൊരു സിനിമയാണെങ്കിൽ ഈ കഥയിലെ ഞാൻ നടൻ ആരായിരിക്കും, എന്നെ ആക്കണം. എടാ അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു കഥ നമ്മൾ ഇറക്കുന്നുണ്ട് എന്ന് പറയുമ്പം ഇത് ഒരു സിനിമ ഓലയെന്നാണെങ്കിൽ അടുത്തത് എൻ്റെ കഥ, എൻ്റെ പിള്ളേരുടെയും കഥ. അതാ കഥ ഞാൻ അടിച്ച് തീമർക്കാൻ പോവാ. ഈ കഥ ഇതാണെങ്കിൽ ഇത് സിനിമയായിട്ടല്ല ഞാൻ അംഗീകരിക്കുന്നത്. ഇതുവരെ ട്രെയിലർ. ഇനിയാണ് എൻ്റെ കഥ ഓല 2. ഇപ്പോൾ എല്ലാ കഥയിനകത്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറയടേ. നീ ഇങ്ങനെ മൂഞ്ചിക്കൊണ്ടിരിക്കാതെ. പരീക്ഷ എന്തായാലും പൊട്ടും. പൊട്ടി അത് വേറെ കാര്യം. അടുത്തോട്ടെല്ലാം പിടിക്കാം. എന്തുവാ വായ്ത്താളം വരും നമ്മളല്ലേ, നീയല്ല ഞാൻ. എടാ ഈ കഥയെങ്കിലും പോക്കായി. എനിക്ക് പോകത്തില്ല ഈ കഥ, പക്ഷെ അടുത്ത ഇത് നമ്മൾ പിടിക്കും. നീമാര് കുറേ സംശയമായിട്ട് ചെയ്യുന്നില്ല എൻ്റെ വാപ്പാടെ പേരെന്തുവാന്ന്. ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഓലായി അടുത്ത ഞങ്ങളുടെ കഥയ്ക്കകത്ത് എല്ലാം കാണിക്കും. എടാ നൈഹാൻ്റെ കഥ വല്ല പറഞ്ഞ ഇവൻ ഫിഷ് ഫുഡിന് അടി ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഇവരുടെ വാപ്പ ഇവൻ്റെ കൊങ്ങാക്കിയർ പിടിച്ച്, എന്നിട്ട് ഇവൻ്റെ സൗണ്ട് മാറി. ഇവനാണെങ്കിൽ വാപ്പായെ വിളിക്കുന്ന കേൾക്കണോടാ തക്കാളി മീൻസ് മറ്റേ യോളി അതൊന്ന് പറഞ്ഞുകൂടാ, അതാണ് വിഷയം. പിന്നെ ഓരോ ജീവിതം നമുക്ക് തുടങ്ങണമെന്ന്. എടാ ഞാനാണെങ്കിൽ എന്ന് പറയുമ്പം എൻ്റെ മറ്റേ മുളാപ്പോത്തിനെ എവിടെ നിന്ന് ഇറക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇറക്കിയില്ലേ. ആ പോത്ത് ഞാൻ ഒരു പഞ്ചിനങ്ങോട്ട് പറഞ്ഞേ. എനിക്ക് അപ്പോഴേ പണ്ട് ചെറിയ പോത്തിനോട് നിനക്ക് നോക്കാൻ വയ്യ. പിന്നെ പണ്ട് എന്തൊരു തെള്ളായിരുന്നില്ലേ. പണ്ടല്ല ഇപ്പോഴും. എടാ ഇതൊക്കെ കാലഘട്ടം മാറുന്ന അനുസരിച്ച് ആൾക്കാരും മാറിക്കൊണ്ടിരിക്കും. അതൊന്നും പറഞ്ഞ് ഞാൻ മാറിയിട്ടില്ല ഇതുവരായിട്ടും. എത്ര പെൺപിള്ളേരെ എൻ്റെ പുറകെ വന്നെന്നറിയാം. ആശാലത, ശാലിനി, വിഷ്ണു, ഫാസില, നൗഷാദി, ഷമീറ. ഇടേ കോപ്പി പറയാടേ, ഞാൻ ഒരു ഇടി ഇടിച്ചോണ്ടല്ലേ. ഞാൻ കണ്ടാല് ഇവിടെ റിലേ പോയി കിടക്കണം. ആ സ്ഥലമാണെങ്കിൽ ഇപ്പൊ തുപ്പി കാണിക്കാം. വേണ്ട നമ്മക്കെപ്പോ ഈ കുറ്റിക്കാട്ടി ഇരിക്കാനുള്ള യോഗ്യമുള്ളല്ലേ. പിന്നെ നമുക്ക് വല്ല ജോലി ഉണ്ടായോ, അല്ലാതെ ഓഫീസിൽ. ഞാൻ നിന്നെ പോലല്ല, അത് നീ മറക്കരുത്. ഞാൻ നിന്നെ പോലല്ല, നീ മറ്റേ കുറ്റിക്കാടി ഇരിക്കുന്ന പോലെ. നീ എന്ത് പറഞ്ഞാലും കുറ്റിക്കാരനെ പിടിച്ചണ്ട. ഞാൻ ഉറങ്ങുന്ന എന്റെ വാസസ്ഥലമാണ്. പതുക്കെ പറയടാ, ആൾക്കാർക്കൊക്കെ ഇവിടെ കേക്കട്ട. ആൾക്കാര് ഇത്ര നേരം മര്യാദയ്ക്ക് സംസാരിച്ചു. വിഷ്ണു ചേട്ടനൊക്കെ എന്ത്? വിഷ്ണു ചേട്ടൻ, ശംഭു ചേട്ടനൊക്കെ. ശംഭു കടയിലുണ്ട്. എടാ നീ കഞ്ചാവാടേ. എന്തുവാ ശംഭു എന്നൊക്കെ അതിന്റെ അർത്ഥം വേറെ ഉണ്ടേ. എന്തുവാ? കൊരങ്ങിന്റെ മോന്തയായിട്ട് വന്നിരിക്കുക. നീ പോത്തിന്റെ മോന്തയെ വെച്ചോണ്ടിരിക്കാതാ പോടാ. എടാ ആബ്രോഡ് പോകുന്ന എന്തിനാ നീ ചോദിച്ചില്ലല്ലോ. ഇവിടെ പാമ്പൊന്നും ഇല്ല. ആരാണ് പാമ്പ് കാണുമെന്നൊക്കെ പറയുന്നത്? നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി കുറെ ഇവിടെ നിന്ന് മാറുവാ. എന്നാൽ എല്ലാ വീട്ടിലോട്ട് പോയിട്ടെങ്കിലും ഞാൻ പറയാം എന്തോത്തിന് ആബ്രോഡ് പോകുന്നതെന്ന്. ബാ നടക്കങ്ങോട്ട്. എന്തോ കട്ട്, നമ്മളതിന് വീട് എടുക്കുമല്ലേ, കട്ട് ചെയ്യാനേ. മുടി എന്താണ് കട്ട് ചെയ്യാത്ത? അതാണ് നീ ഉദ്ദേശിച്ചത്? മുടി ഞാൻ പറയാച്ച് ആരെങ്കിലും നമ്മുടെ വീഡിയോ എടുക്കുന്നെന്ന്. എടാ ഇല്ല, വീട്ടിലായിരുന്നോ റോസി ചേച്ചി തൂങ്ങിയത്? പോണോ? നിന്റെ സ്ഥലമായിട്ട് നീ ഇതുവരെ അറിയില്ല. നിഴലായി ഉരുകി വരും മാങ്ങാണ്ടി, ഇനി വാ. ഒരു അണ്ടി മാങ്ങയുടെ എത്രയല്ലോ ഉള്ളടാ നീ. അവിടെ വാ, ആബ്രോഡിന്റെ കാര്യം പറഞ്ഞു തരാം. ഒരു പാട്ട് പാടട്ടെ? ഡൽഹി ബോംബെ കൽപ്പറ്റ പോലെ മദിനെ പിടി
വാടേ എടേ വാടേ ഉങ്കു മദ്രാസി അയ്യ LKG പിള്ളേരോട് പറ സാമാനമാണ്. ഞാൻ ഷെറിനാടേ, ഞാൻ ഷെറിൻ. ഞാൻ വിചാരിച്ച ഏതാണ്ട് സൂപ്പർമാനായിരിക്കും. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുറെ നേരമായി. നീ ഒന്ന് പറഞ്ഞ്. എടാ സമയം ആവട്ടെ. പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ഞാൻ കുറെ നാളായി നിന്റെ കുളിസീനൊന്ന് കണ്ടിട്ട്. ഒന്ന് നോക്കട്ടെ. എടാ ഇനി വാടേ, ഞാൻ പറയാടേ. വാടാ വാങ്ക് തേങ്ങാത്തലയാ. മച്ചാനെ പറയട്ടോ. പറയാം. ഞാനൊരു വരിയും കൂടെ. ആശാലതേ നിന്റെ രമണി കൊള്ളിക്കുകയാണതിരാവിലെ. ഇവിടെ അല്ലടേ കുനിഞ്ഞിരിക്കുന്ന സ്ഥലം. നിർത്ത് ഞാൻ പറയാം. ഇപ്പം ആബ്രോഡിന്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. അവിടെ അങ്ങ് കയറി ഇരിക്കല്ലേ. ഇവിടെ ഇരുന്നാ നിന്നെ ഭസ്മാക്കി കളയണോ മാങ്ങാണ്ടിത്തല? മറ്റേ എനിക്ക് പേടിയാണ്. അതാ ഞാൻ പറഞ്ഞത്. ചേച്ചി ഇവിടെ പ്രേതമുണ്ടോ? ദാറ്റ് ഈസ് മൈ വാപ്പ. മാങ്ങാണി കൊണ്ട് പോവായിരിക്കും. അടുത്ത വർഷം നമ്മൾ ആബ്രോഡ് പോണു. എന്തിനാന്നറിയാം? ഫോർ എഡ്യൂക്കേഷൻ. കൊറേ നേരം കൊണ്ട് എന്തിനാന്ന് അറിയാവോ? ഫോർ പെണ്ണിനെ വിളിക്കൽ, ഫോർ കല്യാണം കഴിക്കൽ. കല്യാണം കഴിച്ചാൽ എല്ലാ ദിവസവും രാത്രി ഉമ്മയൊക്കെ കൊടുക്കാം. ഉമ്മ മാത്രമല്ല, ഫ്ലൈങ് കീസും കൊടുക്കാം. നിനക്ക് അതിൻ്റെ ഒരു യോഗമില്ലടാ. യോഗം എന്താടാ? കാരണം മാങ്ങാണ്ടിക്കൊക്കെ ആരെങ്കിലും പെണ്ണ് കൊടുക്കും. നമുക്ക് രണ്ടോളം ചിലപ്പോഴും കിട്ടത്തില്ല. നിനക്കൊട്ടും കിട്ടത്തില്ല, നിന്റെ ഈ വായ്ത്താളം കാരണം. ഞാൻ ആണാടേ. ഞാൻ പെണ്ണായിരിക്കും. അതിന്റെ വാപ്പാടെ പേര് കിട്ടി, മൂക്കട ഷെമീർ. മാങ്ങാണ്ടി ചലയാ. ഇതിനാണ് ഇവിടെ പോകുന്നത്. ഇത് അവിടെ പോവാൻ വേണ്ടി നമ്മൾ അടുത്ത മിക്കാറും നമ്മക്കാർക്കും പെണ്ണ് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. അതുറപ്പാ. ഇപ്പൊ പെണ്ണും കല്യാണം കഴിയുന്ന. കത്രിക ആണുവാണ് ഇവിടെ കല്യാണം കഴിയുന്ന കാലം ഉണ്ടല്ലോ. ഫാസിലേ പോടാ. എടാ നീയില്ല സെയിനുമായിട്ട് ഭയങ്കര മൊഹബത്താന്നൊക്കെ പറയുന്നു. മൊഹബത്തൊന്നുമല്ല, അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ബെസ്റ്റ് ഫ്രണ്ടോ ബെസ്റ്റ് ബഡിയോ അതോ ബെസ്റ്റ്? പോടാ ഉണ്ടല്ലേ. ചൂട് പിന്നെ നല്ല കാറ്റല്ലേ ഇങ്ങോട്ട് വന്നടിക്കുന്നത്. AC വെച്ചേക്കുന്നുണ്ട്. നമ്മുടെ കഥയാണ്. എത്ര നേരമായി പറയാൻ തുടങ്ങിട്ടൊന്ന് വാടിച്ച് ഉണ്ടായിരിക്കും. പഞ്ചൊക്കെ വേണ്ട. പഞ്ച് ഡയലോഗുകൾ. പഞ്ച് വേണോ നിനക്ക്? അടുത്തത് പഞ്ച് വേണോ? ഞാൻ പറഞ്ഞുതരാം. പഞ്ച് ഞാൻ വേറൊരു പഞ്ച് ഇറക്കുന്നുണ്ട്. വെളിക്കൂന്ന് അറിയുന്നോ? ആരാന്നറിയാ? ആരാ? ഷുക്കൂർ. ഞാൻ കാണിച്ചത് ഷുക്കൂറിനെ. മോനെ പറയുന്ന ഷുക്കൂറിനെ ഞാൻ കാണിച്ചത്. ആണ്ടിരിക്കുന്നു. അത് മാഫി മുഷ്ക ഉംബ്ലാണ്ടിയാ. നിന്റെ കറക്റ്റ് മുഖം. ഓ സെയിം. ഒന്ന് കറക്റ്റ്. ഓ ഇതും കൂടെ. സൂപ്പർ. സൂപ്പർ. മതി ഷോ കാണിച്ചത് മതി. പറഞ്ഞേ ഫാസിലേ. പറഞ്ഞു പോ ഷെർണിക്ക. ഷെർണിക്ക സീനാണേ. പണ്ട സീനാ. ഞാൻ ഓടാൻ പോവാ. ഞാനും ഓടുവേ. ഡൽഹി ബോംബെ കൽപ്പറ്റ പോലെ മധുരെ പിടിവിട്ട രസ്ത ജാത്തെ ഞാൻ
കാണുന്നേ ഐന. Life is slow, no, 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 no. Something slow, no, 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 no. Do you know, no, 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 no. Melting slow, no, 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 no. Life is slow, no, 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 no. Something slow, no, 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 no. Do you know, no, 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 no. Melting slow, no, 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 no. Delhi, Bombay, Calcutta, bole madure pidivitta. Rasta jaate jaate nyan lagta lagta nyan chapra. Delhi, Bombay, Calcutta, bole madure pidivitta. Rasta jaate jaate nyan lagta lagta nyan chapra. പട്ടകത്തിൻ തിരി നനഞ്ഞപ്പോ നീ ഞെട്ടി കയ്യിലുള്ള തുകിനുണ്ട കൊണ്ട് തല്ലപ്പൊട്ടി കത്തിമുന്ന കൊണ്ട് പിരി കത്തി വര കെട്ടി കിടച്ച് അടക്കത്തിൽ പരുത്തി കെട്ടിമടക്കി കൊക്കോൺ പരുവത്തി കരഞ്ഞൊടുക്കത്തിൽ അടക്കത്തിനടുത്തെത്തി പതിമടക്കി ബുദ്ധി സഹിതം കത്തി മുഹബത്തിൽ അടിമുടി കുടുങ്ങി